ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇഷ്ട പുറത്തേക്ക് വിളിക്കുകയാണ് മാഷിന. പുറത്തെത്തി കഴിയുമ്പോൾ മാഷ് ചോദിക്കേണ്ട, വിവേകാനന്ദ പാറയിലായിരുന്നോ മോളുടെ പേഷ്യന്റ് കിടന്നിരുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഇഷ്ട മാഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് വയ്യായിരുന്നു അച്ഛ, അതുകൊണ്ടാണ് ഞാൻ പോയത്. എനിക്ക് മനസ്സിലായി മഹേഷിന് ഒരു മകൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ മോൾക്ക് അത് താങ്ങാൻ പറ്റില്ലല്ലേ. അതെ, ചീറ്റ് ചെയ്തു, ശരിക്കും ചീറ്റ് ചെയ്തു. നേരത്തെ വിവാഹം കഴിച്ച ആളെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കുക. അപ്പൊ ഞാൻ ആരാണ് വെച്ചാ ചിപ്പിനെ വളർത്താൻ വേണ്ടി മാത്രം ഒരായോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഞാന്. അങ്ങനെയാണ് വിവേകാനന്ദ പാറയിലെത്തിയത്. അച്ഛൻ പേടിച്ചോ ഞാൻ ഇതിന് അബദ്ധം കാണിക്കുമെന്ന്? ഇല്ല, ഒരിക്കലും എന്റെ മോൾ അബദ്ധം കാണിക്കില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. മോളുടെ മനസ്സ് എനിക്കറിയാലോ. ബാക്കിയൊക്കെ ഞാൻ വൈകിട്ട് വന്നിട്ട് പറയാച്ച എന്ന് പറയാണ്. ശരി മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാഷി അകത്തേക്ക് കയറി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിനെയും രാമനാഥനെയും അതുപോലെ തന്നെ മഹേഷിനെയാണ്. മഹേഷ് ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മാഷല്ല രാമനാഥൻ സ്വപ്നം എടുത്ത് പറയണ്ട്, ഇഷിതനെ കാണാതായിട്ട് ഇന്നേക്ക് 3 ദിവസമായി എന്ന് പറയാണ്. സ്വപ്നവല്ലി പറയണ്ട്, അല്ല മാഷ് എന്തെങ്കിലും പറഞ്ഞോ, പോലീസിൽ അറിയിക്കുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് പറയണ്ട്, ഒരിക്കലും പോലീസിൽ അറിയിക്കരുത്. അത് ജോർജ് മാത്യു ആണ് ഇപ്പത്തെ പോലീസ്, അറിയാലോ. അയാളൊരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാണ്, നാറ്റിച്ച് കയ്യിൽ തരൂ. ഇഷിത ഒരിക്കലും ഒരു അബദ്ധവും കാണിക്കില്ല. നല്ല മെന്റൽ പവർ ഉള്ള പെൺകുട്ടിയാ ഇഷിത. പക്ഷെ അയാൾ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. ഒരിക്കലും എന്റെ ഭാര്യയായിട്ടല്ല തിരിച്ചു വരിക. അയാള് ഡിവേഴ്സിന് വേണ്ടിയിട്ട് തിരിച്ചു വരും, എനിക്ക് നല്ല ഉറപ്പാ. എനിക്ക് ആദീനെ നഷ്ടമായി, അതുപോലെ തന്നെ ഇഷിതേനെ നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചിപ്പി അങ്ങോട്ടേക്ക് വരുവാണ്. മോളെ ചിപ്പി, സ്കൂളിലേക്ക് പോകണ്ടേ എന്ന് സ്വപ്നയോട് ചോദിക്കുമ്പോ, വേണ്ട, എനിക്ക് സ്കൂളിൽ പോകണ്ട, ഞാൻ എന്റെ അമ്മ വന്നിട്ട് സ്കൂളിൽ പോകുള്ളൂ. അമ്മ എപ്പോ വരും എന്ന് ചോദിക്കുമ്പോ സ്വപ്നവല്ലി പറയണ്ട്, മോളെ അമ്മ നാളെ വരും, എന്നാൽ ഞാൻ നാളെ സ്കൂളിൽ പോയിക്കോളാം എന്ന് പറയാണ്. മഹേഷ് പറയണ്ട്, ദേ ചിപ്പി, വെറുതെ വാശി കാണിക്കല്ലേ കേട്ടോ, മരുതിക്ക് സ്കൂളിൽ പോകാൻ നോക്ക്. ഇല്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ല അച്ഛനോട് എന്ന് പറയാണ്. ചിപ്പി, നല്ല അടി കിട്ടും, നിന്റെ അമ്മ മരിച്ചുപോയാ അപ്പൊ നീ സ്കൂളിൽ പോകാതിരിക്കോ, നീ പഠിപ്പ് ഉപേക്ഷിക്കോ എന്ന് ചോദിക്കുമ്പോ സ്വപ്നവല്ലി വേഗം ചിപ്പിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ ഇതൊന്നും കേട്ട് പേടിക്കണം കേട്ടോ, അമ്മ വരും കേട്ടോ മോളെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ വാതിൽ തുറന്നുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ. ഇഷിത അങ്ങനെ വാതിൽ തുറന്നു വരുമ്പോഴേക്കും എല്ലാവരും ഷോക്ക് അടിച്ച പോലെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാട്ടോ ഇഷിതേന. ഇഷിതയും എല്ലാവരെയും നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു മിനിറ്റ് എല്ലാവരും ഷോക്ക് അടിച്ച പോലെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചിപ്പി ഓടി വന്നിട്ട് ഇഷിതനെ കെട്ടിപ്പിടിക്കാട്ടോ, അമ്മേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ഇഷിത പറയണ്ട്, അയ്യേ ചിപ്പി മോൾ എന്തിനാ ഇത്ര വിഷമിക്കണത്, അമ്മ വന്നില്ലേ, ദേ സ്കൂളിൽ പോയ സമയമില്ലേ, അതുകൊണ്ട് അമ്മ സ്കൂളിൽ പോണ സമയത്ത് ഓടി വന്നത്. വാ, റെഡിയാക്കി തരാം, സ്കൂളിൽ പോകണ്ടേ, പോകാം എന്ന് പറയണം. എന്നാ വാ, അകത്ത് കയറി വാ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെയും കൂട്ടിക്കൊണ്ട് ചിപ്പി അകത്തേക്ക് കയറി പോകുവാട്ടോ. അകത്ത് കയറി കഴിയുമ്പോഴേക്കും സ്വപ്നവല്ലിയും അതുപോലെ തന്നെ രാമനാഥനും മഹേഷിനോട് പറയുന്നുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ മാറ്റം എന്ന് പറയുമ്പോ മഹേഷ് പറയാണ്, ഈ മാറ്റം വേറെന്തോ വലിയൊരു സംഭവം വരാൻ പോകുന്നതിന്റെ തുടക്കമാണച്ചാ എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ റൂമിലേക്ക് കയറി പോവാണ്. ചിപ്പി ചോദിക്കണ്ട്, അമ്മ എന്താ പോയതെന്ന് ചോദിക്കുകയാണ്. അമ്മ സത്യം പറ, അമ്മ മനസ്സ് വേദനിച്ച് പോയതല്ലേ, ആ ചേട്ടനോട് മാപ്പ് പറഞ്ഞതിന്? അമ്മ അതിലൊന്നും പോയതല്ല മോളെ. അമ്മ ഒരുപാട് കഥകൾ മോള് പറഞ്ഞിട്ടില്ലേ, ചിലപ്പോ നമുക്ക് ഇതുപോലെ തന്നെ മാറിയൊക്കെ നിൽക്കേണ്ടി വരും, അമ്മയുടെ ജോലി അതാ. ചിലപ്പോ 1-2 മാസമൊക്കെ മാറി നിൽക്കേണ്ടി വരും എന്ന് പറയാണ്. അപ്പോ ആ ചേട്ടനോട് സോറി പറഞ്ഞോണ്ട് പോയതല്ല? അല്ല, അമ്മയുടെ മനസ്സിൽ ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു മോളെ. ദേ റെഡിയായി, ഇനി സ്കൂളിൽ പോയാലോ എന്ന് പറയാണ്. അങ്ങനെ ഇഷിത റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് രാമനാഥൻ സ്വപ്നയോട് പറയുന്നുണ്ട്, സ്വപ്നം അവളോട് ഇപ്പോ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. ശരിയെന്ന് സ്വപ്നവലി പറയാണ്. ഇഷിതനെ കാണുമ്പോഴേക്കും സ്വപ്നവലി ചോദിക്കുന്നുണ്ട്, മോളെ ഒരു ഗ്ലാസ് ചായ അമ്മ എടുത്തരട്ടെ മോൾക്ക്? വേണ്ട അമ്മേ, ഞാൻ എടുത്തോളാം. അമ്മ ചായ കുടിച്ചോ? അമ്മക്ക് ചായ വേണ്ടേ? വേണ്ട മോളെ, അമ്മ ചായ കുടിച്ചു. അച്ഛന് ചായ എടുക്കട്ടെ? വേണ്ട മോളെ, ഞാനും ചായ കുടിച്ചു. എങ്കിൽ ശരി, ഞാൻ ചായ എടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് ഇഷിത അടുക്കളയിലേക്ക് പോവാട്ടോ. പിന്നീട് കിടക്കുന്ന മഹേഷിനെയാണ്. മഹേഷ് ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നോ ഇരിക്കുകയാണ് കേട്ടോ. മഹേഷ് എന്തൊക്കെയോ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇഷിത റൂമിലേക്ക് വരുവാണ്. 2 ഗ്ലാസ് ചായ ആയിട്ടാട്ടോ വരുന്നത്. അല്ല മഹേഷ് എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കണത്, സെക്യൂരിറ്റി ജോലി എന്തെങ്കിലും കിട്ടിയോ? ഇന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കാണ്. അതിനുശേഷം മഹേഷ് ചോദിക്കേണ്ടത്, തനിക്കിന്ന് പോകണ്ടേ? പോണം, ഇന്നലെ പോയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുവേ, എന്നൊരു മീറ്റിംഗ് ഉണ്ട്, വർമാജിയൊക്കെ വരുന്നുണ്ട്. മഹേഷിന്റെ കമ്പനി വിൽക്കാൻ പോണ കാര്യങ്ങളെ കുറിച്ച് എന്തായി? അതിനെക്കുറിച്ച് തീരുമാനമായോ? അതൊക്കെ വിനോദിനോട് സംസാരിച്ചായിരുന്നോ?
സംസാരിച്ചു, അവൻ ശ്രമിക്കുന്നുണ്ട് എല്ലാത്തിനും. ആ ഓക്കെ, എന്നാ ശരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ആ ശരി, താൻ പോയി ചിപ്പിനെ വിളിച്ചോണ്ടിരുന്ന് ഞാൻ വന്നോളാം എന്ന് പറയാണ്. അങ്ങനെ ഇഷിത ചിപ്പിനെ വിളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കാട്ടോ. അച്ഛാ അമ്മ നിങ്ങൾ കഴിച്ചോ? വാ ഇരിക്കേ. വേണ്ട മോളെ, ഞങ്ങൾ കഴിച്ചോളാം, നിങ്ങൾ ഇരുന്നോ എന്ന് പറയാണ്. അങ്ങനെ ചിപ്പിക്ക് ഇടിയപ്പം 2 കൊടുക്കുന്നുണ്ട്. മഹേഷ് മുതൽ മഹേഷ് 2 ഇടിയപ്പം, ഇഷിതയും 2 ഇടിയപ്പം എടുത്തിട്ട് കറിയൊക്കെ ഇങ്ങനെ വിളമ്പുവാട്ടോ. അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട്, ചിപ്പി പറയുന്നുണ്ട്, അമ്മ എനിക്കിന്ന് വാരിത്തരാമോ? ഇല്ലില്ല, ഞാൻ വാരിത്തരില്ല, മോള് തന്നെ ഒറ്റക്ക് കഴിക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിച്ചു തുടങ്ങാണ്. ഇഷിത സ്വപ്നടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഇടിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അമ്മ ഉണ്ടാക്കിയതാണോ? അതേ മോളെ, നല്ല രുചിയുണ്ട് എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ രാമനാഥൻ ഇഷിതടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ അത് മോള് ഇന്നലെ എന്ന് ചോദിക്കുമ്പോ തന്നെ കഴിച്ചു കഴിഞ്ഞു ചിപ്പി, വാ എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുവാട്ടോ. ആ സമയത്ത് നമ്മുടെ മഹേഷിന്റെ അടുത്ത് രാമനാഥൻ ചോദിക്കേണ്ട, മഹേഷ് എടാ എന്തൊക്കെയാണ് നടക്കുന്നത്? അച്ഛാ നിശബ്ദത, അതാ നല്ലത് എന്ന് പറയാണ്. അങ്ങനെ കൈ കഴുകി ഇഷിത വരുന്നുണ്ട്. അതെ അച്ഛാ, ഞാൻ ചിപ്പിനെ സ്കൂൾ ബസ്സിൽ അവിടെ ആക്കിയിട്ട് പോയിക്കോളാം, എനിക്കിത് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഇഷിത നിലത്തേക്ക് ഇറങ്ങി പോകുവാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഇഷിതയും ചിപ്പിയും കൂടി നിലത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിപ്പി ഇഷിതടുത്ത് ചോദിക്കണ്ട്, എല്ലാമേ ഇന്ന് വല്ലാത്തൊരു മാറ്റം നല്ലതല്ലേ മോളെ? ഇപ്പൊ അമ്മ കുറച്ചു നല്ല സ്മാർട്ടായി. ആഹാ, സ്മാർട്ടായത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ് അമ്മ, സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം ഇഷിത ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ്. അവിടെ കാണുന്ന ആൾക്കാർത്തൊക്കെ നമ്മുടെ ചിപ്പി ആണെങ്കിൽ ഹായ് ഗുഡ് മോർണിംഗ് അങ്കിൾ, ഗുഡ് മോർണിംഗ് ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും സംസാരിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ പുറത്തേക്ക് പോണത്. അങ്ങനെ പുറത്തേക്ക് കഴിയുമ്പോഴേക്കും ഇഷിത ചിപ്പി എടുത്ത് പറയുന്നുണ്ട്, മോളെ സ്കൂൾ ബസ് വന്നിട്ടില്ലല്ലോ, ഞാൻ മോൾക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ? പറ. അതെ, മോൾ എപ്പോഴും പറയാറില്ലേ മോൾക്കൊരു ചേട്ടനും ചേച്ചിയോ ആരെങ്കിലൊക്കെ വേണോന്ന്? മോൾക്കിപ്പോ ഒരു ചേട്ടനുണ്ട്, ആദിന്ന ചേട്ടന്റെ പേര്. ഓ അതെന്റെ ചേട്ടനാണോ? പിന്നല്ലാതെ മോളുടെ ചേട്ടൻ തന്നെയാ, സ്വന്തം ചേട്ടൻ. മഹേഷിന്റെ 2 മക്കളാ, ചിപ്പിയും ആദി, കേട്ടല്ലോ. അത് മാത്രല്ല, മോൾ ആദി എന്ന് പറഞ്ഞ ചേട്ടനായിട്ട് തന്നെ കാണണം കേട്ടോ. ശരി എന്ന് പറയാണ്. ചേട്ടൻ എപ്പോഴെങ്കിലും മോളുടെ അടുത്തേക്ക് വരും. ചേട്ടനുണ്ടെങ്കിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? ചേട്ടൻ ഒരു സുഹൃത്താവും, അച്ഛനാവും, പാരന്റ് ആകും, എല്ലാം ആകും. മോളെ നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ. ശരി അമ്മേ എന്ന് പറയാണ്. അപ്പൊ ആ ചേട്ടന്റെ ബർത്ത്ഡേക്കാ ഡാഡി അന്ന് കൊണ്ടുപോയതല്ലേ? ബർത്ത്ഡേക്ക് പോയെന്നോ? ആതിര ബർത്ത്ഡേക്കോ? ഒരു ദിവസം അമ്മ പറഞ്ഞില്ലേ സ്കൂളിൽ ലീവ് എടുത്തിട്ട് ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് അച്ഛനോട് പറഞ്ഞു ആർത്തും പറയുന്നെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്റെ ബർത്ത്ഡേക്കാ കൊണ്ടുപോയത്. അമ്മക്ക് വിഷമോയോ? വിഷമമൊന്നുമില്ല മോളെ, അച്ഛൻ ചെയ്ത് തന്നെയാ കറക്റ്റ്, എനിക്കിപ്പോ അത് മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല. ഞാനന്ന് പിണങ്ങോ വെച്ചിട്ടായിരിക്കും ഡാഡി എന്നോട് പറയണ്ടെന്ന് പറഞ്ഞത്. ദേ സ്കൂൾ ബസ് വന്നല്ലോ, ശരി മോളെ, ടാറ്റാ, ബൈ ബൈ, സി യു എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ചിപ്പിനെ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിടുവാണ് ഇഷിത. അതിനുശേഷം ഇഷിത നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയ ഇഷിത അടുത്ത് ആ ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇഷിത താൻ വന്നോടോ? നിങ്ങളുടെ സൗന്ദര്യപ്പെണക്കൊക്കെ മാറിയോ? സൗന്ദര്യപ്പെണക്കോ? ഇതാര് പറഞ്ഞു? മഹേഷ് പറഞ്ഞു. മഹേഷ് 2 ദിവസം മുമ്പ് തന്നെ അന്വേഷിച്ചിട്ട് വന്നിരുന്നല്ലോ, അപ്പൊ പറഞ്ഞു. ഞാനും മഹേഷിന് അങ്ങനെ സൗന്ദര്യ പിണക്കൊന്നുമില്ല. ഡോക്ടർക്ക് സൗന്ദര്യ ശാസ്ത്രം എന്താണെന്നറിയാവോ? ഇല്ല. മനുഷ്യനായാലും ആദ്യമേ സൗന്ദര്യശാസ്ത്രം എന്താണെന്ന് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ സൗന്ദര്യപ്പിണക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി, സൗന്ദര്യശാസ്ത്രം എന്താണെന്ന് അറിയണം. അത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് കയറി പോവാണ്. ഡോക്ടർ മനസ്സിലിങ്ങനെ വിചാരിക്കണ്ട്, അതെ സൗന്ദര്യശാസ്ത്രം അറിയണം എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ അകത്തേക്ക് കയറി പോവാട്ടോ. പിന്നീട് ഇഷിത അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇഷിത ഫോൺ എടുത്തിട്ട് ഓരോരോ കാര്യങ്ങൾ എടുത്തത് പറഞ്ഞിങ്ങനെ ഏൽപ്പിക്കാട്ടോ. അതെ ആൻസി വന്നോ? ഇല്ലേ? ഓക്കെ, ആൻസിനെ വിളിച്ചിട്ട് 2 ദിവസത്തിൽ വരാൻ പറയൂ, അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ഡോക്ടറായിട്ടുള്ള കൈന ഡോക്ടർ ഉണ്ടല്ലോ, ഇവരുടെ കൂട്ടുകാരി, ആ ഡോക്ടർ അകത്തേക്ക് കയറി വരുവാണ്. അതെ ഇഷിത, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ ഡോക്ടർ? ഒരു പേഷ്യന്റിനെ കുറിച്ച്, ഗൈനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അയ്യോ, ഡോക്ടറിന്റെ പേഷ്യന്റിനെ കുറിച്ച് സംസാരിക്കണത് എന്നോട് എങ്ങനെയാ ഡോക്ടർ? അത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അതെ എന്റെ പേഷ്യന്റ്. ഓ എന്റെ കാര്യമാണല്ലേ ആ ചെക്കപ്പിന്റെ കാര്യം? പറഞ്ഞോളൂ എന്ന് ഇഷിത പറയാണ്. അതെ പ്രതീക്ഷക്ക് വകയുണ്ട് കേട്ടോ, യൂട്രസ് ഇപ്പൊ കുറച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് തനിക്കിനി അമ്മയാവാനുള്ള ചെറിയ വകുപ്പൊക്കെ കാണുന്നുണ്ട്. അത് ഡോക്ടർ എന്ന് പറയാണ്. എന്തു പറ്റി തനിക്കൊരു സന്തോഷമില്ലാത്ത? ഞാനൊരു അമ്മയാവണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ഒരു ജന്മം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ജന്മം, അത്ര മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെയൊന്നും അല്ലേ ഇഷിത, തനിക്ക് എല്ലാത്തിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും തനിക്കൊരു അമ്മയാവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇഷിതക്ക് പക്ഷെ അത് കേട്ടിട്ട് സന്തോഷമൊന്നും ഇല്ല കേട്ടോ. ഇഷിത ഇങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
ശേഷം ഒരു ചെറു പുഞ്ചിരിയോട് കൂടി തന്നെ ഇഷിത ഫോൺ എടുത്തിട്ട് രചനനെ വിളിക്കുകയാണ്. അതെ, ആദിയുടെ അമ്മ. അവളെ വിളിക്കാം എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഹലോ രചന എന്ന് പറയുമ്പോ രചന ഫോൺ എടുക്കാണ്. ആ ഹലോ, എവിടെ നടി നീ വിളിക്കണത്? ഞാൻ സ്വർഗത്തിൽ നിന്നാ വിളിക്കണത്. സ്വർഗത്തിന്നോ? അതെ, ആകാശത്തിലെ സ്വർഗമല്ല, ഭൂമിയിലെ സ്വർഗം. അച്ഛൻ, അമ്മ, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, മോള്, മഹേഷ്, എല്ലാവരുള്ള സ്വർഗം. ഓ, രചനയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. രചന ഇതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. നീ എന്തിനാണ് ഇപ്പൊ വിളിച്ചത്? ഞാനേ വിളിച്ചതേ വേറൊന്നിനുമല്ല, എന്റെ മോൻ ആദി, അവൻ എനിക്ക് വേണം. നിന്റെ മോനോ? ആദിയോ? ആദി എന്റെ മോനാ. ആര് പറഞ്ഞു നിന്റെ മോനാണെന്ന്? ആദി എന്റെ മോനാ, എന്റെ സ്വന്തം മോൻ. അവനെ ഞാൻ നേടിയെടുക്കൂടി, അവൻ ഞാൻ സ്വന്തമാക്കും. അത് നിന്റെ വ്യാമോഹം മാത്രമാണ്, നിന്റെ സ്വപ്നം മാത്രം. അതെ, സ്വപ്നം. ആദ്യ ഒരു സ്വപ്നത്തിലാണ്. അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടും. അവൻ വീണ്ടും എന്റെ അടുത്തേക്ക് അമ്മ എന്ന് പറഞ്ഞു വരും. അന്ന് ഞാൻ ഒരിക്കലും നിനക്ക് വിട്ട് തരില്ലടി ഞാൻ അവനെ. നീ നോക്കിക്കോ, ചിപ്പിൽ ഞാൻ സ്വന്തമാക്കിയ പോലെ അവനെ ഞാൻ സ്വന്തമാക്കും. അവൻ എന്റെ മോനാ, അവനെനിക്ക് വേണം എന്ന് പറയാണ്. നിർത്തടി നീ. എന്താ? ഞാൻ കാര്യമാ പറഞ്ഞത്. എനിക്ക് അവൻ അത്രമാത്രം ഇഷ്ടമാണ്. ചിപ്പിനെ പോലെ തന്നെ ഞാനും അവന്റെ അമ്മയാകും. നീ നോക്കിക്കോ, ഞാൻ അവനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടു. അവൻ എന്റെ മോനാ, അതുകൊണ്ട് ഞാൻ അവനോട് സോറി പറഞ്ഞത്. ഞാൻ സോറി പറഞ്ഞപ്പോ നീ എന്ത് വിചാരിച്ചു? ഞാൻ തോറ്റുപോയെന്നോ? നിന്റെ രഹസ്യക്കാരനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. എന്നാൽ ഒരു കാര്യം പറയാം, ഞാൻ സോറി പറഞ്ഞത് എന്റെ മോനോടാണ്. എന്റെ മോനോട് എത്ര സോറി പറഞ്ഞു എനിക്കൊരു നാണക്കേടും ഇല്ലടി. എന്നാൽ ആദ്യ പുരാണം ഇത്ര മതി. ഇനി ഞാൻ ആകാശ് പുരാണം പറയാം. നിന്റെ ഒരാളുണ്ടല്ലോ, നിന്റെ പങ്കാളി ആകാശ്, അയാൾ എന്ത് ചെയ്യുന്നു? നിനക്കൊരു കാര്യം അറിയാവോ? ഒരാഴ്ച മുമ്പ് ആദിക്കൊരു ആക്സിഡന്റ് ഉണ്ടായാലോ? ആ ആക്സിഡന്റ് ആരുടെ വണ്ടിയാ ആദിക്ക് ഇടിച്ചതെന്ന് നിനക്കറിയാവോ? ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, അതിൽ നമ്പർ പ്ലേറ്റ് ശരിക്കും സൂം ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് നോക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം രചന ആ വീഡിയോ എടുത്ത് നോക്കുകയാണ്. അതിൽ ആകാശിന്റെ നമ്പർ, അതായത് വണ്ടിയുടെ നമ്പർ തെളിഞ്ഞു കാണാം കേട്ടോ. അത് മനസ്സിലാക്കുന്ന രചന പറയുന്നുണ്ട്, അപ്പൊ ആകാശ് അവൻ തന്നെയാണ് എന്റെ മോനെ കൊല്ലാൻ നോക്കിയതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ രചന നിൽക്കുന്ന ഭാഗത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രചന ആകാശിനെ വലിച്ചിറക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് ആ കാറിന് മുമ്പിലേക്ക് ഇങ്ങോട്ട് ഇടുവാണ്. നിങ്ങളാണ് എന്റെ മോനെ കൊല്ലാൻ നോക്കിയതല്ലേ? ആ വീഡിയോ നമ്പർ പ്ലേറ്റ് മാറ്റി ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? നിങ്ങളൊരു ചതിയനാണ്. നിങ്ങളുടെ സേവനം ഞാൻ മതിയാക്കി. ഞാനും മോനും ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുക എന്ന് പറയുമ്പോഴേക്കും ആകാശം ആകെ ഞെട്ടി നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത നമ്മുടെ മഹേഷിനെ കൂട്ടിക്കൊണ്ട് പുറത്തൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ശേഷം ഇഷിത പറയുന്നുണ്ട്, മഹേഷിന് ഒരു മകൻ കൂടിയുണ്ട്, ഞാൻ എല്ലാം ആലോചിച്ചു ഒരു തീരുമാനത്തിലെത്തി എന്ന് പറഞ്ഞിട്ട് ഇഷിത ചിരിച്ചുകൊണ്ട് മഹേഷിനെ നോക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.